നിങ്ങൾ ഈ കരുതുന്ന പോലെ പല ആളുകളും വിചാരിക്കുന്ന പോലെ ഈ ആനപ്രേമികൾ എന്ന് പറഞ്ഞാൽ ആനയുടെ ചങ്ങലയുടെ ടൈറ്റ്നസ് കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാരെന്നല്ല. അവർക്കും അതിനോട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഇഷ്ടമാണ്. അതിന് വേദനിക്കുമ്പോൾ അവർക്കും വേദനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു പാപ്പാൻ ആനയെ തല്ലുമ്പോൾ ചേട്ടാ ഇങ്ങനെ തല്ലല്ലേ എന്ന് വിളിച്ചു പറയുന്ന ആനപ്രേമികളെ നമുക്കറിയാം. ഒരു കോടതിയുടെ കൺസേൺ എന്ന് പറയുന്നത് ആനകളെ പീഡിപ്പിക്കരുത് മാത്രമാണ്, അല്ലേ? അത് കൃത്യമായിട്ടുള്ള ഒരു എലിഫന്റ് മോണിറ്ററിംഗ് സിസ്റ്റവും ജില്ലാ ഭരണകൂടമൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഈ എണ്ണം കുറയ്ക്കാതെ തന്നെ നടപ്പിലാക്കാൻ കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ടെങ്കിൽ സാധിക്കുന്നതന്നെയാണ്. ഈ ആനകളുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇറക്കിയിരിക്കുന്ന സർക്കുലർ പ്രകാരം ആനകൾക്ക് പൊട്ട് കുത്താൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് അത് രാഷ്ട്രീയവും മതവൽക്കരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ താഴെ കമന്റ് വന്നത് ഇതാണ്, എന്നാ പിന്നെ നിങ്ങൾ തൊപ്പി വെച്ചിട്ട് ഇറക്കും. പക്ഷേ ഈ ആനകൾക്ക് പൊട്ട് തുടങ്ങാന്ന് പറയുന്നതിനൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും വർഗീയവൽക്കരിക്കുന്നതിനും എനിക്ക് വലിയ യോജിപ്പില്ല. ഗുരുവായൂർ കേശവനൊക്കെ ഗുരുവായൂരപ്പൻ്റെ കളഭം ചാർത്താതെ ഒരു സ്ഥലത്ത് കുളി കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ കേശവൻ ദേഷ്യപ്പെട്ടതായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയധികം ഗുരുവായൂരപ്പൻ്റെ കളഭം ചാർത്തി ആനകളെ കാണുന്നതിന് പ്രത്യേക ഒരു ഭംഗിയാണ്. ഗുരുവായൂർ ദേവസ്വത്തിലുള്ള ആനകളുടെ കാര്യത്തിൽ ഗുരുവായൂർ ദേവസ്വം വളരെയധികം വിജിലൻ്റ് ആണ്. നിങ്ങൾ ഇന്ന് കാണുന്ന കേരളത്തിലെ ഏറ്റവും കേമപ്പെട്ട ആനകളെയൊക്കെ ഗുരുവായൂർ ദേവസ്വം നോക്കുന്നത് പോലെ നോക്കിയാൽ മതി ബാക്കിയുള്ള ആളുകൾ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ആനപ്രേമിയും ഒരു ഉത്സവപ്രേമിയും ആനയ്ക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാത്ത ആൾക്കാരല്ല. ഹരിവരാസനം പാടിയിട്ടാണല്ലോ നമ്മൾ ശാസ്താവിനെ ഉറക്കാറ്. അപ്പം എന്ത് പാടിയിട്ടാണ് ഉണർത്താറ്? അല്ലാണ്ട് ഉണർത്ത് പാട്ടുന്നൊരു കൺസെപ്റ്റ് ഒന്നും ശബരിമലയിലില്ല. എങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് യോഗഭാവത്തിലുള്ള ഭഗവാൻ ഉണർന്നതിന് ശേഷം ഭഗവാൻ ആദ്യം കേൾപ്പിക്കുന്ന പാട്ട് ഇതാണ്. ആ 5-ാമത്തെ ദിവസം വൈകിട്ട് ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കുന്ന സമയത്ത്, അതായത് ഒരു സീസണിന്റെ അവസാനം അടയ്ക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. ആ അടയ്ക്കുന്ന സമയത്ത് ഭഗവാനെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്ത് ഒരു തലപ്പാവൊക്കെ വെച്ച് യോഗദണ്ഡ് ധരിപ്പിച്ച് ഭഗവാൻ സമാധിയിലാണ് എന്നാണ് വിശ്വാസം. ശബരിമലയിൽ ശാസ്താവാണ് പ്രതിഷ്ഠ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെ മുകളിൽ ശാസ്താവിൻ്റെ വാഹനമായിട്ടുള്ള കുതിര, ഇപ്പം നമ്മൾ ഹരിവരാസനൊക്കെ പറയുമ്പോൾ വാജി വാഹനം എന്നൊരു വേർഡിങ് തന്നെ വരുന്നത്. വാജിയാണ് ഭഗവാന്റെ വാഹനം, കുതിരപ്പുറത്താണ് ശാസ്താവിൻ്റെ സഞ്ചാരം. ശബരിമലയിലെ കൊടിമരത്തിന്റെ പ്രത്യേകത ശരിക്കും എന്താ? ശബരിമലയിൽ കൊടിമരത്തിൻ്റെ മുകളിൽ ഏതൊരു കൊടിമരം ഏത് ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ കൊടിമരത്തിൻ്റെ മുകളിൽ ഉണ്ടാവുക ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണോ ആ പ്രതിഷ്ഠയുടെ വാഹനത്തെയാണ് അവിടെ കാണാൻ പറ്റുക. ശബരിമലയിൽ ശാസ്താവാണ് പ്രതിഷ്ഠ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെ മുകളിൽ ശാസ്താവിൻ്റെ വാഹനമായിട്ടുള്ള കുതിര, ഇപ്പം നമ്മൾ ഹരിവരാസനൊക്കെ പറയുമ്പോൾ വാജി വാഹനം എന്നൊരു വേർഡിങ് തന്നെ വരുന്നത്. വാജിയാണ് ഭഗവാന്റെ വാഹനം, കുതിരപ്പുറത്താണ് ശാസ്താവിൻ്റെ സഞ്ചാരം. നമ്മൾ പൊതുവിൽ എല്ലാവരുടെയും വിചാരം പുലി. അയ്യപ്പനും ശാസ്താവിനെയും നമ്മൾ രണ്ട് എൻറ്റിറ്റി ആയിട്ട് കാണണം എന്നാണ്. അപ്പം അവിടെ ഉള്ള ശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിൽ ഭഗവാന്റെ അവതാരമായിട്ടാണ് അയ്യപ്പൻ, മണികണ്ഠൻ, ആര്യൻ, കേരളൻ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നത്. ഇവരൊക്കെ തന്നെ അവരുടെ അവതാരോദ്ദേശം പൂർത്തിയാക്കി ശാസ്താവിൽ വിലയം പ്രാപിച്ചു, ലയിച്ചു എന്നാണ് സങ്കല്പം. അപ്പം ഇവൻ അയ്യപ്പൻ്റെ മുമ്പും അവിടെ ശാസ്താവുണ്ട്. ശാസ്താവിൻ്റെ അവതാരമായിട്ടാണ് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നതും. അവരുടെ അപ്പം ഈ പറയുന്ന മറവപ്പടവയെ തുരത്തുക, അല്ലെങ്കിൽ ഒരു പോത്തുണ്ടായിരുന്നു എരുമേലി, അതിനെ കൊല്ലുക, അങ്ങനെ കുറേ കൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ തരത്തിലുള്ള സുഖങ്ങളും വേണ്ടെന്ന് വെച്ച് മലയുടെ മുകളിൽ പോയി തപസ് ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പം ആ സമയത്ത് ഒരു പോയിന്റിൽ അവർ ആ തപസ്സിന്റെ അവസാനം അവരുടെ ആത്മാവിനെ ഭഗവാൻ ലയിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഇരിക്കുന്ന ആ ശാസ്താവിന്റെ വിഗ്രഹത്തിൽ അയ്യപ്പനുണ്ട്, മണികണ്ഠനുണ്ട്, ആര്യൻ, കേരളനുണ്ട്. എല്ലാവരുടെയും ആ ഊർജ്ജം അടങ്ങിയ ശാസ്താവിന്റെ വിഗ്രഹമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിലുള്ള കുതിരയാണ്, വാജിയാണ്. അപ്പോൾ ഒരിക്കലും പുലിവാഹനനെ അയ്യപ്പൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. ശാസ്താവിന്റെ വാഹനമായിട്ടുള്ള വാജിയാണ് മുകളിലുള്ളത്. ഏകദേശം ഇപ്പോൾ ഗുരുവായൂരാണെങ്കിൽ ഗരുഡനെ കാണാം, ഇപ്പം ചോറ്റാനിക്കരയാണെന്നുണ്ടെങ്കിൽ ദുർഗയെ കാണാം. അങ്ങനെയൊക്കെ ഒരു മാറ്റം വരും. ഇപ്പോൾ ഹരിവരാസനം പാടിയിട്ടാണല്ലോ നമ്മൾ ശാസ്താവിനെ ഉറക്കാറ്. അപ്പം എന്ത് പാടിയിട്ടാണ് ഉണർത്താറ്? അത് പലതരത്തിലുണ്ട്. ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെക്കുറിച്ച്. അതായത് എല്ലാ സമയത്തും അതൊരു ഉണർത്തുപാട്ട് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കണം. ഞാൻ അതിനെ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അതായത് ശബരിമലയിൽ ഉണർത്തുപാട്ട് എന്ന് പറയുന്ന ഒരു രീതി ഇല്ല ശരിക്കും. പക്ഷേ എല്ലാ സമയത്തും ഭഗവാന്റെ നട അടയ്ക്കുന്ന സമയത്ത്, അതായത് ഒരു സീസൺ, എല്ലാ മലയാള മാസവും 5 ദിവസം തുറക്കുമല്ലോ, ആ 5-ാമത്തെ ദിവസം വൈകിട്ട് ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കുന്ന സമയത്ത്, അതായത് ഒരു സീസണിന്റെ അവസാനം അടയ്ക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. ആ അടയ്ക്കുന്ന സമയത്ത് ഭഗവാനെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്ത് ഒരു തലപ്പാവൊക്കെ വെച്ച് യോഗദണ്ഡ് ധരിപ്പിച്ച് ഭഗവാൻ സമാധിയിലാണ് എന്നാണ് വിശ്വാസം. അതായത് ഭഗവാൻ തപസ് തുടങ്ങി, ഭക്തരൊക്കെ പോയി, വീണ്ടും പഴയ പ്രോസസ്സിലേക്ക് ഭഗവാൻ തിരിച്ചുപോയി. അപ്പൊ ഈ പോകുന്ന സമയത്ത് നമ്മളെല്ലാ അലങ്കാരങ്ങളും മാറ്റി യോഗഭാവത്തിലുള്ള ശാസ്താവിനെ അവിടെ തിരികെ വീണ്ടും അതേ രീതിയിൽ വെച്ചിട്ടാണ് അവിടെ നട അടയ്ക്കുന്നത്. പിന്നെ നട തുറക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശേഷ സമയം ഉണ്ടാവുന്നതിന് തലേ ദിവസം നട തുറക്കും.
ഇപ്പം നാളെയാണ് വൃശ്ചികം 1 എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നട തുറക്കും. വൃശ്ചികം 1 നട തുറക്കുന്ന വിശേഷമാണ് എങ്കിലും തലേന്ന് നട തുറക്കും. അപ്പം നാളെ ചിത്തിരാട്ട വിശേഷമാണെന്നുണ്ടെങ്കിൽ തലേന്ന് നട തുറക്കും. അപ്പം മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലാണ് നട തുറക്കുക. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നട തുറക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഈ യോഗഭാവത്തിലുള്ള ശാസ്താവിനെ ഉണർത്താൻ അവിടെ അതിൻ്റെതായിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്. പ്രധാനപ്പെട്ട ഭഗവാൻ ഉണരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരണം വിളിയാണ്. ഭഗവാന് ഭക്തജന സാന്നിധ്യം അറിയിക്കുകയാണ് ചെയ്യുക. ഭഗവാനെ ഇനി കുറച്ചു നേരത്തേക്ക് തപസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറി, തപസ്സിന്ന് ഭഗവാൻ മാറില്ല എങ്കിലും ഭക്തർ വന്നിട്ടുണ്ട് എന്ന് ഭഗവാനെ അറിയിക്കണം. അത് അറിയിച്ചതിന് ശേഷം അവിടെ ഒരു പാട്ട് വെക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് വൈകുന്നേരങ്ങളിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സുപ്രഭാതം വെക്കാൻ പറ്റില്ല. പിറ്റേ എല്ലാ ദിവസവും രാവിലെ അവിടെ വെക്കുന്നത് അയ്യപ്പ സുപ്രഭാതമാണ് ദാസേട്ടൻ പാടിയത്. പക്ഷേ ഈ നട തുറക്കുന്നുണ്ടല്ലോ, ഈ ഒരു പ്രോസസ്സ്, അതായത് യോഗഭാവത്തിലുള്ള ഭഗവാനെ ഉണർത്തി നട തുറക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരങ്ങളിൽ നട തുറക്കുമ്പോൾ ജയവിജയന്മാരിലെ അദ്ദേഹം പാടിയ ശ്രീകോവിൽ നട തുറന്നു എന്ന് പറയുന്ന ഒരു പാട്ട് അവിടെ പ്ലേ ചെയ്യും. അതിനെ ആ ഒരു തിയററ്റിക്കലായിട്ട് കാണാതെ അത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നൊരു എനർജി ഉണ്ട്. ഈവൻ അവിടെ ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ പമ്പയിലും നിലയ്ക്കലൊക്കെ വണ്ടി നിർത്തുന്ന ആൾക്കാർ, നമ്മളിവിടെ പാട്ട് സന്നിധാനത്ത് പാട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് കേൾക്കും, പമ്പയ്ക്ക് കേൾക്കും. അപ്പം അവിടെ നമുക്ക് അറിയാൻ പറ്റും ഭഗവാനെ നട തുറന്നു എന്നുള്ളത്. അത് അറിയുമ്പോഴുള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് അത് കേൾക്കുമ്പോഴുള്ള അനുഭൂതിയെ കുറിച്ച് കുറെ ആൾക്കാർ പറയുന്നു. അല്ലാണ്ട് ഉണർത്ത് പാട്ടുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും ശബരിമലയിലില്ല. എങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് യോഗഭാവത്തിലുള്ള ഭഗവാൻ ഉണർന്നതിന് ശേഷം ഭഗവാനെ ആദ്യം കേൾപ്പിക്കുന്ന പാട്ട് ഇതാണ്. ഇപ്പൊ പൂരങ്ങൾ കാണാനായിട്ട് നമ്മൾ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ പോവുക. അപ്പോൾ ഇപ്പോൾ ആനയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാ വ്യാസം നോക്കി കാണുന്നത്? നമുക്ക് ഈ പൂരം ഉത്സവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ പ്രതീകമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. കേരളം തന്നെ ഏറ്റവും അധികം മറ്റ് ലോകരാജ്യങ്ങളിൽ പോലും അറിയപ്പെടുന്നത് ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള പാരമ്പര്യ ഉത്സവങ്ങളുടെ പേരിലാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ നടക്കുന്ന ഉത്സവം, അല്ലെങ്കിൽ നമുക്ക് ആറാട്ടുപുഴ പൂരം, അങ്ങനെ കുറെ ഉത്സവങ്ങളുടെ നാട് കൂടിയാണ് കേരളം. അപ്പോൾ ഇതൊക്കെ തന്നെ ഇപ്പൊ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിധി ഉണ്ടായത് ആനകൾ എഴുന്നള്ളിക്കുന്നതിനുള്ള നിയന്ത്രണത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഉത്സവങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ആനകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഒരിക്കലും നമ്മളൊരു ആനിമലിനെ വളരെയധികം പീഡിപ്പിച്ചുകൊണ്ട് അതിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഉത്സവം നടത്തുന്നുള്ള അഭിപ്രായം എനിക്കോ ഈ പറയുന്ന ആർക്കും ഇല്ല. പക്ഷെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള രീതി ഇതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട്, ഇതിന് പരമാവധി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൊടുത്തുകൊണ്ട് ഈ പറയുന്ന ആചാര തനിമയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെയും എല്ലാ ഉത്സവപ്രേമികളുടെയും ആനപ്രേമികളുടെയും പോലെ എൻ്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ആനപ്രേമിയും ഒരു ഉത്സവപ്രേമിയും ആനയ്ക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാത്ത ആൾക്കാരല്ല. എന്തെങ്കിലും തരത്തിൽ, ഈവൻ എൻ്റെയൊക്കെ നാട്ടിൽ ഞാൻ അനുഭവത്തിൽ അറിയാവുന്നതാണ്, ഈവൻ ഒരു പാപ്പാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അതിക്രമം ഒരു ആനയോട് കാണിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ പോലെ ഇടപെടും. അത്രയധികം സ്നേഹമാണ് അവർക്ക് അതിനോട്. അല്ല അങ്ങനെ ഒരാള് ഈ ഒരു ആനയെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നതിനോട് ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ആന വേദനിക്കുന്നത് കണ്ട് ഇവർ വളരെയധികം രസിക്കുന്നു എന്നൊക്കെ പറയുന്ന നിലപാടുകളോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല. സാധിക്കുമെങ്കിൽ ഈ പറയുന്ന സംസ്കാരങ്ങളെയൊക്കെ നിലനിർത്താനുള്ളൊരു നടപടി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ഉത്തരവാണ്. അതിനെ മറികടക്കാൻ സാധിക്കുന്ന ഒരു ഓർഡിനൻസിലൂടെ മാത്രമാണ്. സർക്കാർ തലത്തിലുള്ള ഒരു ഇടപെടൽ, സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് ഇവിടുത്തെ ടൂറിസം രംഗം. ആ ടൂറിസം രംഗം നിലനിൽക്കുന്നത് തന്നെ ഒരു പരിധിവരെ കേരളത്തിൽ നടക്കുന്ന ഉത്സവങ്ങളുടെയൊക്കെ തന്നെ പേരിലാണ്. തൃശ്ശൂർ പൂരാണെങ്കിലും പൂർണ്ണത്രേശ്വരൻ അവിടെയൊക്കെ ആണെങ്കിലും എല്ലായിടത്തും. അപ്പൊ ഇവിടെയൊക്കെ തന്നെ ഈ ആനയെണ്ണത്തിലുള്ള നിയന്ത്രണം, ആനകൾ തമ്മിലുള്ള ഗ്യാപ്പിന്റെ വ്യത്യാസം, ആനയും ആളുകളും തമ്മിലുള്ള ഗ്യാപ്പിന്റെ വ്യത്യാസം, എന്തൊരു കാര്യവും പ്രാവർത്തികമാവുന്ന രീതിയിലാണ് അതിനുള്ള നടപടികൾ വേണ്ടത്. ഇപ്പോ ചില അമ്പലങ്ങളിൽ ഇത്ര ആനകൾ വേണം എന്നുള്ളത് നിർബന്ധമായിരിക്കും. അപ്പൊ അത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവല്ലേ ചെയ്യുന്നത്. ഇപ്പൊ തൃപ്പൂണിത്തുറയാണെന്നുണ്ടെങ്കിൽ അവിടെ 15 ആനകൾ വേണം, ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ 15 ആനകൾ വേണം. അതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് പിന്തുടർന്ന് വരുന്ന രീതിയാണ്. അതിനെ ഒരു കോടതിയുടെ കൺസേൺ എന്ന് പറയുന്നത് ആനകളെ പീഡിപ്പിക്കരുത് മാത്രമാണ്, അല്ലേ? അത് കൃത്യമായിട്ടുള്ള ഒരു എലിഫന്റ് മോണിറ്ററിംഗ് സിസ്റ്റവും ജില്ലാ ഭരണകൂടമൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഈ എണ്ണം കുറയ്ക്കാതെ തന്നെ നടപ്പിലാക്കാൻ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ സാധിക്കും തന്നെയാണ്. ഈ ആനകളുടെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയധികം നാട്ടാനകൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കില്ലല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീഴ്ച ഉണ്ടാവുന്ന സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ആനപ്രേമികൾ എന്ന് വിളിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഈ കരുതുന്ന പോലെ പല ആളുകളും വിചാരിക്കുന്ന പോലെ ഈ ആനപ്രേമികൾ എന്ന് പറഞ്ഞാൽ ആനയുടെ ചങ്ങലയുടെ ടൈറ്റ്നസ് കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാരെന്നല്ല.
മാത്രമല്ല, അവർക്കും അതിനോട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഇഷ്ടമാണ്. അതിന് വേദനിക്കുമ്പോൾ അവർക്കും വേദനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു പാപ്പാൻ ആനയെ തല്ലുമ്പോൾ ചേട്ടാ ഇങ്ങനെ തല്ലല്ലേ എന്ന് വിളിച്ചു പറയുന്ന ആനപ്രേമികളെ നമുക്കറിയാം. അപ്പോൾ അവരുടെ ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ ആനകളും ഇപ്പം നിലവിൽ കേരളത്തിലുള്ള ആനകളുടെ എണ്ണം വളരെയധികം കുറവാണ്. അവയൊക്കെ തന്നെ ദീർഘകാലം കാണാനും സ്നേഹിക്കാനൊക്കെ പറ്റണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആനപ്രേമികൾ. അപ്പം അവരൊരിക്കലും ഈ പറയുന്നത് പോലെ ഒരു ആനയ്ക്ക് ദോഷം ഉണ്ടാവുന്ന കാര്യം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിയമ സംവിധാനത്തിന്റെ കീഴിൽ ഒരു കാര്യം വരുമ്പോൾ അവർക്കൊക്കെ പരിമിതികളുണ്ട് ഇടപെടാനായിട്ട്. അതിന് സാധിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാരിനാണ്, ഇവിടുത്തെ ജില്ലാ ഭരണകൂടങ്ങൾക്കാണ്. അത് കൃത്യമായിട്ടുള്ള ഇടപെട്ടുകൊണ്ട് കേരളത്തിന്റെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഉത്സവങ്ങളൊക്കെ തന്നെ തടസ്സം കൂടാതെ നടത്തും. ഇപ്പൊ വന്നിരിക്കുന്ന നിയമങ്ങളൊക്കെ തന്നെ പല ഉത്സവങ്ങളെയും സാധാ ശീവേലി എഴുന്നള്ളിപ്പായിട്ട് മാറ്റുന്ന തരത്തിലുള്ള നിയമങ്ങളാണ്. അത് ഒരു ഉത്സവപ്രേമി എന്ന രീതിയിൽ നമുക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പൊ തമിഴ്നാടിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നോക്കുക, അവിടെ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു വിനോദമുണ്ട്. അത് ഈ പൂരങ്ങളുടെ ആനയുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി ഒരു നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു സംസ്കാരം, ജല്ലിക്കെട്ട് എന്ന് പറയുന്ന അവരുടെ ആ ഒരു സംസ്കാരം നിലനിർത്താനായിട്ട് അവിടുത്തെ സൂപ്പർ താരങ്ങൾ വരെ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തു. നമ്മുടെ ഇവിടെ ഇതൊക്കെ എന്തോ ചില മോശം കാര്യങ്ങളാണെന്ന് പറഞ്ഞ്, ഇതൊക്കെ പിന്തിരിപ്പൻ ഏർപ്പാടാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന രീതിയുണ്ട്. അത് കേരളത്തിന്റെ സംസ്കാരമാണ്, പൈതൃകമാണ്. ഈ മൃഗങ്ങളെയൊക്കെ തന്നെ പരമാവധി ഒരു കംഫർട്ട് സോണിലാക്കിക്കൊണ്ട് തന്നെ ഈ ആചാരങ്ങളെയൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. നമ്മളിപ്പോൾ ജീവിക്കുന്നത് രാജഭരണ കാലത്തല്ല, ജനാധിപത്യ കാലത്താണെന്നാണല്ലോ കോടതി പറയുന്നത്. ആ ജനാധിപത്യ കാലത്ത് നിലനിൽക്കേണ്ടതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അത് വിശ്വാസത്തിന്റെ കൂടെ പ്രാമാണിത്വം ഉള്ളതാണ്. അതിന് ഈ നാട്ടിലെ വിശ്വാസികളുടെ കൂടി ഒരു അഭിപ്രായം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയുന്നത്. ഇപ്പൊ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇറക്കിയിരിക്കുന്ന സർക്കുലർ പ്രകാരം ആനകൾക്ക് പൊട്ട് കുത്താൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് അത് രാഷ്ട്രീയവും മതവൽക്കരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ താഴെ കമന്റ് വന്നത് ഇതാണ്, എന്നാ പിന്നെ നിങ്ങൾ തൊപ്പി വെച്ചിട്ട് ഇറക്കും എന്നുള്ള രീതിയിലാണ് കമന്റ് വന്നത്. നമുക്കിങ്ങനെ വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വം ഒക്കെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഗുരുവായൂർ ദേവസ്വം എന്ന് പറഞ്ഞാൽ വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. പെട്ടെന്ന് നമുക്കൊരു കമന്റ് പറയാൻ സാധിക്കും. നമ്മൾ അതിനെക്കുറിച്ച് എന്ത് കാര്യമാണെങ്കിലും പഠിച്ചിട്ട് പറയാന്നുള്ളതാണ്. ഞാനത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യം. ഒന്നാമതെന്ന് പറയുന്നത്, ഗുരുവായൂർ ദേവസ്വത്തിലുള്ള ആനകളുടെ കാര്യത്തിൽ ഗുരുവായൂർ ദേവസ്വം വളരെയധികം വിജിലന്റ് ആണ്. നിങ്ങൾ ഇന്ന് കാണുന്ന കേരളത്തിലെ ഏറ്റവും കേമപ്പെട്ട ആനകളെയൊക്കെ ഗുരുവായൂർ ദേവസ്വം നോക്കുന്നത് പോലെ നോക്കിയാൽ മതി ബാക്കിയുള്ള ആളുകൾ. ഗുരുവായൂർ ദേവസ്വത്തിന് സ്വന്തമായിട്ടൊരു ആന പരിപാലന കേന്ദ്രമുണ്ട്, പുന്നത്തൂർ ആനക്കോട്ട. അവിടെ ഗുരുവായൂരപ്പന്റെ ആനകളാണത് എന്ന രീതിയിൽ കഴിയാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു പാപ്പാനൊക്കെ അതിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും കണ്ടു, ഒരു ആനയെ വളരെ മൃഗീയമായിട്ട് വർദ്ധിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള നടപടികൾ വരുമ്പോൾ ഗുരുവായൂർ ദേവസ്വം പറ്റുന്ന തരത്തിലുള്ള നടപടികളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്തരവിന് പുറകിൽ പലതരത്തിലുള്ള പൊട്ടുകൾ ഈ ആനയെ തൊടിയിക്കുക. ഇപ്പോൾ കുങ്കുമം പോലത്തെ പൊട്ടുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ കളർ പോലത്തെ സാധനങ്ങൾ, ഇതൊന്നും ആനയ്ക്ക് അത്ര നല്ലതല്ല. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ സ്കിന്നിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് നമ്മൾ ഈ ആനയുടെ പുറത്ത് ഈ കുറി തൊട്ട് ഗുരുവായൂർ അമ്പലത്തിൽ എഴുന്നള്ളിപ്പിന് വരുന്ന സമയത്ത് നെറ്റിപ്പട്ടിടും അതിൻ്റെ മുകളിൽ, അല്ലേ? അപ്പോൾ ഈ നെറ്റിപ്പട്ടത്തിൽ ഈ കറ മൊത്തം അതിലേക്ക് വരും. ഓക്കെ, അപ്പോൾ പല നെറ്റിപ്പട്ടങ്ങളും അങ്ങനെ വാഷ് ചെയ്യണ സമയത്ത് അതിൻ്റെ അലുകുകളും മറ്റു കാര്യങ്ങളും നാശമായിട്ട് പോകുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് ഗുരുവായൂർ ദേവസ്വം അങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. അതിൻ്റെ കൂടെ പിന്നെ അത് തിരുത്തി ഇറക്കിയ സമയത്ത് ഗുരുവായൂർ ദേവസ്വം കൃത്യമായിട്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഏത് കുറിയും വേണമെങ്കിൽ ഇടാം. അമ്പലത്തിൽ നിന്ന് പറയുന്നത് ചന്ദനം, കളഭം, ഇതൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇതിനെങ്കിലും വിമർശിക്കുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ മോശമാണ് എന്ന രീതിയിലേക്ക് മാറും. ഗുരുവായൂർ ദേവസ്വം അവിടെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഒരു നടപടി എടുത്തത്. അത് തിരുത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കുറി, കളഭം, ഇതൊക്കെ ആനകളെ തൊടിയിപ്പിച്ചിട്ട് തന്നെയാണ് എഴുന്നള്ളിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ കളഭം ചാർത്തിയിട്ട് ആനകളെ എഴുന്നള്ളിക്കുകയാണ് വേണ്ടത്. അത് ഏത് സമയത്തും. അത് ഏതെങ്കിലും ഒരു സമയത്ത് അതിനെതിരെയുള്ള, ഈ ദേവസ്വം അല്ല, ഏതൊരു ദേവസ്വം അതിനെതിരെ പ്രവർത്തിച്ചാൽ നമ്മൾ അതെതിരെയും പറയും, ഒരു മടിയില്ല അത് പറയുന്നതിൽ. പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അതിന്റെ പുറകിൽ രാഷ്ട്രീയമൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അതൊരു ആവശ്യമില്ല. ഉള്ള കാര്യങ്ങളുള്ളത് പോലെ പറയണം. അവിടെ നടക്കുന്ന എന്തെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റിനോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം. പക്ഷേ ഈ ആനകൾക്ക് പൊട്ട് തൊടണ്ട എന്ന് പറയുന്നതിനൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും വർഗീയവൽക്കരിക്കുന്നതിനും എനിക്ക് വലിയ യോജിപ്പില്ല. അത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ദേവസ്വം തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഏതൊരു പ്രസാദവും ആനയ്ക്ക് തൊടിയിച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഗുരുവായൂർ കേശവനൊക്കെ ഗുരുവായൂരപ്പന്റെ കളഭം ചാർത്താതെ ഒരു സ്ഥലത്ത് കുളി കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ കേശവൻ ദേഷ്യപ്പെട്ടതായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയധികം ഗുരുവായൂരപ്പന്റെ കളഭം ചാർത്തി ആനകളെ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ആ കളഭം എന്ന് പറയുന്നത് ഏറ്റവും പ്യുവറാണ്. ഇവൻ അതിൽ ഉപയോഗിക്കുന്നത്
കാശ്മീരി കുങ്കുമപ്പൂക്കെ ചേർത്തിലാണ് കളഭം, ഞാനിപ്പോൾ തൊട്ടിട്ടുണ്ട്. അപ്പം ഈ കളഭാണ് ഉപയോഗിക്കുന്നത്. അത് അത്രയും പ്യുവർ ആയിട്ടുള്ളതാണ്, അത്രയും വില കൂടിയൊരു സാധനമാണ്. നമുക്ക് 50 രൂപയ്ക്ക് ഒരു ചെറിയ പാക്കറ്റൊക്കെ കിട്ടുക. അത് ദേവസ്ഥത്തിന് ആനകൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന പതിവടക്കം അവിടെ ഉണ്ട്. അത് തൊടിയിച്ചിട്ട് ഇപ്പോൾ എഴുന്നള്ളിപ്പ് നടത്താം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വെടിക്കെട്ടിന്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ മരിക്കുന്നത്. ഇപ്പൊ എന്റെ വീടിന്റെ പരിസരത്താണെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാകുമ്പോൾ നാട്ടുകാർക്കും കൂടെ അത് ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. അത് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ പറ്റുക, നല്ല രീതിയിൽ അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക? എല്ലാ കാര്യത്തിനും ഒരു ഒരു പീരിയഡ്, ഒരു എന്താ പറയുക, ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ആഘോഷത്തിന്റെയും അതുപോലെ തന്നെ ആചാരത്തിന്റെയും കാര്യത്തിൽ എന്തും ചെയ്യാന്നുള്ള വാദത്തോട് എനിക്ക് യോജിപ്പില്ല. എല്ലാം കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതെങ്ങനെയാണോ പാലിക്കപ്പെടേണ്ടത് അത് പാലിക്കപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ കൂടെ ഒരു മുൻതൂക്കം അതിന് കൊടുത്തുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ വെടിക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം വെടിക്കെട്ടില്ലാത്ത അല്ലെങ്കിൽ വെടിക്കെട്ടൊക്കെ ഇത്രയധികം ഫേമസ് ആയിട്ട് എത്ര കാലമായിട്ടേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അതിന് വലിയ രീതിയിലുള്ള റിസ്ക് ഉണ്ട്. ഒരു ആന എഴുന്നള്ളിക്കുന്ന പോലെ അല്ല ഒരു എക്സ്പ്ലോസീവ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. രണ്ടും ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പം അതിനും ഈ പറഞ്ഞതുപോലെ അവിടെ ഈ പറയുന്ന ഇഷ്യൂ, നിങ്ങൾ ഈ പറഞ്ഞ മോണിറ്ററിംഗ് സംവിധാനം എത്രത്തോളം ഫലപ്രദമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ഒരു അമ്പലത്തിൽ ഒരു തെയ്യം നടക്കുന്ന സമയത്ത് ഒരു വലിയ വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ട് അധിക ദിവസമായിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ നിർദ്ദേശിക്കുന്നതിലും എത്രയോ അളവ് കൂടുതൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ എടുക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതൊക്കെയാണ് ശരിക്കും മോണിറ്റർ ചെയ്യപ്പെടേണ്ടത്. ഇത് ഭയങ്കര ശബ്ദം കേട്ടാലോ ഭയങ്കര പ്രഭ ഉണ്ടായാലോ മാത്രമേ ഉത്സവം കേമാവുന്നുള്ളതല്ല. അത് ഈ വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പ് നിങ്ങൾ ഒരേപോലെ കമ്പയർ ചെയ്യരുത്. രണ്ടും രണ്ടെണ്ണമാണ്. ആന എഴുന്നള്ളിപ്പ് എത്രയോ കാലമായിട്ട് നാട്ടിലുള്ളതാണ്. വെടിക്കെട്ട് വന്നിട്ട് എത്ര കാലമായിട്ടുള്ളത്. വെടിക്കെട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, പൂരപ്രേമികളുണ്ട്, അവരുടെയൊക്കെ കൺസേൺ നമ്മൾ നിലനിർത്തുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും ബാക്കിയുള്ള ആൾക്കാരുടെ ജീവൻ പോകുന്ന തരത്തിലേക്ക് മാറരുത്. അതിനും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആർക്ക്? ഈ വെടിക്കെട്ട് പ്രേമികൾക്ക്. അവിടെ ഇടപെടേണ്ടത് ആരാണ്? ഭരണകൂടമാണ്. ഭരണകൂടത്തിന്റെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലോടുകൂടി കൃത്യമായിട്ട് നിയന്ത്രിക്കുകയാണെങ്കിൽ വെടിക്കെട്ട് നടക്കും, ഉത്സവങ്ങൾ നടക്കും, ആനെഴുന്നള്ളിപ്പ് നടക്കും. അത് എവിടെയാണോ പരാജയപ്പെടുന്നത് ആ സമയത്താണ് കോടതികളൊക്കെ കൂടുതലായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയും ഉള്ളത് കൂടി ഇല്ലാതാവുന്ന അവസ്ഥയും കൂടി വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ലാസ്റ്റായിട്ട് അത് ഒരു കാര്യം കൂടെ എനിക്കുള്ള ഭയങ്കര ഒരു സംശയമായിരുന്നു. അതായത് ഇന്ന അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും, അത് നമ്മുടെ കയ്യിൽ കൊണ്ടുതരും എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവം ഉള്ള കാര്യമാണ്. ചിലതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇത് മാനിഫെസ്റ്റേഷൻ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇതിനകത്ത്? നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന, ഇപ്പോൾ നോക്കൂ, എനിക്കിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ കുറച്ചുകൂടെ എനിക്ക് റിലീഫ് കിട്ടുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഹാപ്പിനെസ് കിട്ടുന്നു. എനിക്ക് എന്തോ ബാക്കിയുള്ളിടത്ത് പോകുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു സ്പെഷ്യാലിറ്റി ഗുരുവായൂർ പോകുന്നു. ഇത് ആരാണ് ഈ ഹാപ്പിനെസ്സും ഈ പറയുന്ന പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുന്നത്? നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളിൽ ഏൽപ്പിക്കപ്പെടുന്ന മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളാണ്. ഇപ്പം ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ചിത്രഗീത ഇത് വളരെയധികം ഔഷധ മൂല്യമുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞു നമുക്ക് കുടിക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു മാറ്റം ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ബിലീഫ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അകത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. നിങ്ങൾ ഇപ്പം തൃപ്പൂണിത്തറ എന്നല്ലേ പറഞ്ഞത്? തൃപ്പൂണിത്തറ കിരീടാവകാശി ആയിട്ടുണ്ടായിരുന്ന കാശി അപ്പൻ തമ്പുരാൻ എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കൊച്ചി കീഴാവകാശിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൊച്ചി രാജവംശത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അലവൻസും വേണ്ടെന്ന് വെച്ച് ഗുരുവായൂർ താമസാക്കിയ ആളാണ്. ഗുരുവായൂരപ്പൻ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുന്ന അലവൻസ് പോലും അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ഗുരുവായൂർ വരണ്ടെന്നാണ്. ഗുരുവായൂരപ്പനെ കാണാനല്ല ഗുരുവായൂർ വരേണ്ടത്, നിങ്ങൾ എവിടെ വിളിച്ചാലും അവിടെ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായത്? നമ്മൾ മനസ്സുരുകി ഇപ്പോൾ പ്രഹ്ലാദൻ വിളിച്ചപ്പോൾ തൂണ് വളർന്നു വന്നില്ലേ? ദ്രൗപദി വിളിച്ചപ്പോൾ ഒരു വസ്ത്രത്തിന്റെ രൂപത്തിൽ വന്നില്ലേ? ദ്രൗപദി തന്നെ വീണ്ടും കാട്ടിൽ പോയിട്ട് ദുർവാസാവ് വന്ന് അയ്യോ എനിക്ക് ഭക്ഷണം കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചീരയില കഴിച്ച് ദുർവാസാവിന്റെ വിശപ്പ് മാറ്റിയാളാണ് ഭഗവാൻ. നമ്മൾ വിളിക്കുന്നിടത്ത് ഭഗവാൻ വരും. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ആരാധന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ടപ്രാർത്ഥന ഉണ്ടാവും, അവിടെ കത്തിച്ച് വെച്ച വിളക്കുകൾ, അവിടെ കാണിച്ചിട്ടുള്ള അലങ്കാരങ്ങൾ, വിഗ്രഹത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മളെ കുറച്ചുകൂടെ അതിലേക്ക് അടുപ്പിക്കും. അതിനാണ് നമ്മളെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. ആരാധനയ്ക്ക് ക്ഷേത്രം വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തലമുറയാണ് മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആരാധനയെ മൊത്തം ക്ഷേത്രത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രീതി ഇന്ന് വളരെയധികം കാണുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ ഡിസ്കോഴ്സുകളും വിചാരങ്ങളൊക്കെ മാറി അമ്പലത്തിൽ പോകുന്നവരാണ് വിശ്വാസികൾ എന്ന രീതി വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. ഇന്നത്തെ പല നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന കുട്ടികൾ അവരൊക്കെ വളരെയധികം ബിലീഫാണ്. ഇപ്പം എനിക്കറിയാം, ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുകളുടെ ഒക്കെ ഫോർവേഡ്സ് അഡ്മിൻസ് അയച്ചു തരുന്നത് ജർമ്മനിയിൽ നിന്നും US നിന്നും പുറത്തുള്ള കുട്ടികൾ ഇതിലൊക്കെ എത്രയോ അട്രാക്റ്റഡ് ആണ്. നമ്മുടെ കുട്ടികളാണ് കുറവ്. അവരവിടെ പോയി നമ്മുടെ സംസ്കാരമാണ് വലുത് എന്ന് മനസ്സിലാക്കുകയും എന്താണ് ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ നിന്ന് വേറിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് കൂടി വരുന്നുണ്ട്.
നമ്മളോട് തന്നെ സംസാരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് കൂടി വരുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ. നമ്മളോട് തന്നെ സംസാരിച്ച് ഒരു യുക്തി കണ്ടെത്തി ഓക്കെ ഇതാണ് ഇതിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുന്ന കുട്ടികളാണ് ഏറ്റവും സ്പെഷ്യൽ. അപ്പോൾ ബാക്കിയുള്ള മാനിഫെസ്റ്റേഷനിൽ നിന്നൊക്കെ പിടികൊടുക്കാതെ മാറി നിന്ന് സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അത് വരുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടെ പ്രകടമായ രീതിയിൽ വരും കാലത്ത് പ്രകടമാവുകയും ഈ ധർമ്മം അത് അനുശാസിക്കുന്ന രീതിയിലേക്ക് മാറും ചെയ്യുന്നു വിചാരിക്കുന്നു. മാനിഫെസ്റ്റേഷൻസിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പരിധിയുണ്ട്. നമുക്കാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ലോകം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കുറച്ചു നേരം കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി, കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. സന്തോഷം. ശരി.